സോഷ്യൽ വർക്ക് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് MSW, BSW ഒക്കെ പഠിച്ചിട്ട് UK, ഇംഗ്ലണ്ടിൽ സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിലുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ രജിസ്ട്രേഷൻ ചെയ്തതെന്നുള്ള പ്രോസസ്സിനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ രജിസ്ട്രേഷന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് 5 കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യം ഓൺലൈനായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ വെബ്സൈറ്റിൽ. പിന്നെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസ് ലൈക്ക് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്. മൂന്നാമതായിട്ട് എവിഡൻസ് ഓഫ് ഇംഗ്ലീഷ് നോളജ് IELTS. നാലാമത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി. 5 അപ്ഡേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് നോളജ്. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ സൈറ്റിൽ ഓവർസീസ് ആപ്ലിക്കൻറ്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നമ്മൾ തറവായിട്ട് വായിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ അക്കൗണ്ട് ക്രിയേഷനിലേക്ക് കടക്കാവൂ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ മെയിൽ ID ഉപയോഗിക്കുക. ആ മെയിൽ IDയും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഏത് കോഴ്സാണ് ചെയ്തത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ കോൺവിക്ഷൻസോ ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ ആ ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ, ഇപ്പോൾ നമ്മളൊരു ഓട്ടോണോമസ് കോളേജിലാണ് പഠിച്ചെങ്കിൽ അവിടെ നിന്നുള്ളൊരു ട്രാൻസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ IELTS. ബേസിക്കലി ഇംഗ്ലീഷ് നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ളൊരു ആപ്ലിക്കൻറ്റ് ഇംഗ്ലീഷ് പ്രൂവ് ചെയ്യേണ്ടത് IELTS അക്കാദമിക് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത്രയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് എവിഡൻസിനെ പറ്റി നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് എവിഡൻസിനെ പറ്റി ഞാൻ ചെയ്തത് അക്കാദമിക് IELTS ആണ്. അക്കാദമിക് IELTS മാത്രമേ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ജനറൽ IELTS അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് വേണ്ട സ്കോർ ഓവറോൾ 7 ആണ്. ഇൻഡിവിജ്വൽ ഓരോ മൊഡ്യൂളിൻ്റെയും സ്കോറ് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് നോക്കുന്നില്ല. പിന്നെ IELTS സാധാരണഗതിയിൽ 2 ഇയർ കഴിയുമ്പോൾ എക്സ്പയർ ആവും. പക്ഷേ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് 5 ഇയറിനുള്ള ഒരു ഡേറ്റിൽ നടന്ന ഒരു റിസൾട്ടാണ് IELTS ആണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ IELTS 2 ഇയർ എക്സ്പയർ ആയതും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തത് പെൻ ആൻഡ് പേപ്പർ മോഡാണ്. അവർ ടെസ്റ്റ് സെൻറ്റർ ബേസ്ഡ് ആയിട്ടുള്ള IELTS മാത്രമേ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് അപ്രോച്ച് ചെയ്യുള്ളൂ. ഓൺലൈൻ IELTS അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റിനെ പറ്റി നോക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തത്. ചിലരൊക്കെ ഓട്ടോണോമസ് കോളേജുകളിൽ പഠിച്ചവർ ഓട്ടോണോമസ് കോളേജുകളിൽ നിന്ന് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന് സബ്മിറ്റ് ചെയ്തതായിട്ടും കേട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ച് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഞാൻ നേരിട്ട് വാങ്ങി ഓൺലൈൻ അക്കൗണ്ടിലേക്ക് IELTSൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത പോലെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി നോക്കാം. ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഏത് രാജ്യത്തുള്ള ആളാണോ അവിടെ സോഷ്യൽ വർക്ക് റോളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓൺലൈൻ അക്കൗണ്ടിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എംപ്ലോയ്മെൻറ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, അല്ലെങ്കിൽ കറൻ്റ്ലി വർക്കിംഗ് ആണെന്നുള്ളത്, നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത്, നമ്മുടെ എംപ്ലോയറിൻ്റെ ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് ഇത് നമ്മുടെ എംപ്ലോയറിൻ്റെ ഇമെയിൽ IDയിലോട്ട് മെയിൽ അയച്ച് വെരിഫൈ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് ആണ്. സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ സൈറ്റിൽ അവർ പറയുന്നത് നമ്മുടെ ക്വാളിഫൈങ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത് BSW or MSW അതിനുശേഷം 2 വർഷം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് അവർക്ക് പ്രൂവ് ചെയ്യണം. അതായത് കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ സ്കിൽസും നോളജും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിനെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ്, ഒന്ന് ഫോർമൽ എഡ്യൂക്കേഷൻ, പിന്നെ പ്രൈവറ്റ് സ്റ്റഡി. ഈ 3 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് ചെയ്തിട്ടുണ്ടെന്ന് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് ചെയ്യുമ്പോൾ നമുക്ക് ഐദർ 30 ദിവസമോ അല്ലെങ്കിൽ 60 ദിവസമാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ പാസ് ഔട്ടായിട്ട് അല്ലെങ്കിൽ ക്വാളിഫൈയിങ് ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് എത്ര കാലം എടുത്തിട്ടുണ്ട് എന്നുള്ളതിന് ബേസ് ചെയ്തിരിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മൾ 3 വർഷം പാസ് ഔട്ടായിട്ട് 3 വർഷമായ ആളാണെങ്കിൽ നമുക്ക് അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് 30 ദിവസത്തെ കാണിച്ചാൽ മതി. 5 വർഷത്തിൽ അധികമായിട്ടുള്ള ആളാണെങ്കിൽ അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് 60 ദിവസം കാണിക്കണം. ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ് നമുക്ക് വേണമെങ്കിൽ 60 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. ഫോർമൽ എഡ്യൂക്കേഷൻ 60 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. പക്ഷേ പ്രൈവറ്റ് സ്റ്റഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്.
നമ്മൾ ഒരു US കാണിക്കുമ്പോൾ അതിൽ പകുതി ദിവസം മാത്രമേ നമുക്ക് പ്രൈവറ്റ് സ്റ്റഡി കാണിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇപ്പോൾ 30 ദിവസത്തെ അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിൽ 15 ദിവസത്തിൽ കൂടുതൽ പ്രൈവറ്റ് സ്റ്റഡി വരാൻ പാടില്ല. ഇപ്പം ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ, ഫോർമൽ എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് സ്റ്റഡി, സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ്. അപ്പോൾ ഇത് 3 കമ്പൈൻ ചെയ്തോ അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷനും സൂപ്പർവൈസ്ഡ് പ്രാക്ടീസും ഒറ്റയ്ക്കായിട്ടോ നമുക്ക് അപ്ഡേഷൻ ഓഫ് സ്കിൽ ആൻഡ് നോളജ് ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം നമ്മുടെ ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, അഡ്രസ് പ്രൂഫ്, അതുപോലെ നമ്മുടെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതിൻ്റെ എല്ലാം കളർ കോപ്പീസ് നമ്മൾ നമ്മുടെ ഓൺലൈൻ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ചില കേസുകളിൽ കോഴ്സ് ഇൻഫർമേഷൻ ഫോമും ഒരു സപ്പോർട്ടിംഗ് ലെറ്ററും കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ വെബ്സൈറ്റിൽ ഓവർസീസ് ക്വാളിഫിക്കേഷൻസ് ചിലത് അവർ റെക്കഗ്നൈസ് ചെയ്ത ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇഗ്നൗ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു 2021 ക്വാളിഫിക്കേഷൻ അവർ റെക്കഗ്നൈസ്ഡ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2021 ഇഗ്നൗന്ന് MSW ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് കോഴ്സ് ഇൻഫർമേഷൻ ഫോമോ സപ്പോർട്ടിംഗ് ലെറ്ററോ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 2019 20 ഉള്ള ആൾക്കും 22 പാസ് ഔട്ടായ ആൾക്കും കോഴ്സ് ഇൻഫർമേഷൻ ഫോമും സപ്പോർട്ടിംഗ് ലെറ്ററും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര്, നിങ്ങൾ പാസ് ഔട്ടായ വർഷം, നിങ്ങളുടെ കോഴ്സിൻ്റെ പേര്, ഇത് 3 ആ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സ് ഇൻഫർമേഷൻ ഫോമും അതുപോലെ സപ്പോർട്ടിംഗ് ലെറ്ററും HODയുടെ കയ്യിൽ നിന്നുള്ള ലെറ്ററുകളൊക്കെ കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ കേസിൽ തീരുമാനിക്കാനായിട്ട്. ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റായിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തത് പാസ്പോർട്ടാണ്. അതുപോലെ അഡ്രസ് പ്രൂഫായിട്ട് ഞാൻ കൊടുത്തത് ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് സൈറ്റിൽ ലഭ്യമാണ്. എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം എന്നോട് പല ഫ്രണ്ട്സും ചോദിച്ചിരുന്നു, ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ അതോ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് പുറത്ത് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണോ എന്നുള്ളത്. ഞാൻ എൻ്റെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. അത് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്. ഞാൻ ഈ പ്രോസസ്സ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത 1-2 കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡിലേസ് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ആദ്യത്തേത്, സൈറ്റിൽ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സും എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. ആ ഒരു ഗൈഡൻസും ചെക്ക് ലിസ്റ്റും നല്ല തറവായിട്ട് വായിച്ചു ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ആകുമ്പോൾ കേസ് ഓഫീസർ നമ്മളോട് എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ട് വരുന്ന 28 ഡേയ്സിൻ്റെ ഒരു ഡിലേ അവിടെ ഒഴിവാക്കി കിട്ടും. രണ്ടാമത്, കേസ് ഓഫീസർ നമ്മളോട് ഒരു ഡോക്യുമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ അവർ നമുക്ക് തരുന്ന സമയം സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ രജിസ്ട്രേഷൻ റെഗുലേഷൻ പ്രകാരം 28 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 or 3 ഡേയ്സിൻ്റെ ഉള്ളിൽ അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കേസ് ഓഫീസർ അത് കാണുകയാണെങ്കിൽ അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് രണ്ടാമത് കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ലഭിക്കും. നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മൾ പാസ് ഔട്ടായിട്ട് എത്ര വർഷമായി അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഒരു 495 പൗണ്ടാണ്. ഞാനപ്പോൾ അത് അടച്ചത് എൻ്റെ വിസ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീസ് നമ്മൾ അടയ്ക്കുന്ന ഡേറ്റ് ആണ് അവരെപ്പോഴും കൺസിഡർ ചെയ്യുക. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഒന്നുമല്ല നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ കേസ് ഓഫീസർ നമ്മുടെ കേസെല്ലാം നോക്കി ഇപ്പം അവസാനം നമ്മളോട് പറയും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളുടെ രജിസ്റ്ററിൽ ചേർക്കുകയാണ്, അതിന് ഒരു രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അത് മാക്സിമം ഒരു 90 പൗണ്ടാണ് വരിക. അത് ഓരോരുത്തരുടെ കേസിലും അവർ ഫീസ് അടയ്ക്കുന്ന മാസത്തിന് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഞാൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. എനിക്ക് ആയത് അന്ന് 45 പൗണ്ട്സാണ്. ഈ ഫീസ് റേറ്റ് ഇന്ന് നമ്മൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതേ റേറ്റ് തന്നെയായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫീസൊക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിൽ സോഷ്യൽ വർക്കറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്.